ഇറ്റ്സ് മീ ഷേലിയാസ് ഫ്രം കൂഡ് ഡിസൈൻ. അപ്പൊ ഇന്ന് വന്നുള്ളത് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നതിന്റെ പുതിയൊരു ബോഡിയാണ്. മസ്ലിൻ ജെക്കോണിൽ വരുന്ന പോലെ അടിപൊളി ഒരു പീസാണ്. ഫംഗ്ഷൻ വെയറിന് പറ്റിയൊരു പീസാണ്. അപ്പൊ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിന് താഴെ കണ്ട നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പൊ ഇവരൊക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. DDC പോസ്റ്റൽ സൗകര്യം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ്ങിൽ സെർച്ച് പർച്ചേസ് ചെയ്യാം. അപ്പൊ 4 കളേഴ്സ് ആണ്. നമുക്ക് എപ്പോഴും റെഗുലർ ആയിട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ പുതിയ 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 വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളൊരു പാരലൽ അല്ലെങ്കിൽ സെന്റർ പാനലായിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻസ് ചെയ്തിട്ടുള്ള ഒരു ജക്കോട്ട് വീവിംഗ് സ്റ്റൈലാണ് വരുന്നത്. അപ്പൊ ഇത് ഒരു മസ്ലിൻ സിൽക്കിൽ വരുന്ന ദുപ്പട്ട കേട്ടോ. അതാണ് ഇന്നത്തെ ഐറ്റം വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഒരു ഡസ്റ്റി ഷെയ്ഡാണ്. 4 ഷെയ്ഡും ഡസ്റ്റി ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് ഒരു ഡീപ്പ് ഒരു പർപ്പിൾ കളറാണ്. ഡസ്റ്റി പർപ്പിൾ ഷെയ്ഡ് എന്ന് പറയട്ടോ. പക്ഷെ വീഡിയോയില് ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടായിരിക്കും. ഡസ്റ്റി ഷെയ്ഡ് ആകുമ്പോൾ ഡസ്റ്റി ഷെയ്ഡിലല്ലേ വരുന്നത്, അപ്പോൾ ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഡസ്റ്റി ഷെയ്ഡാണ് 4 വരുന്നത്. പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഷെയ്ഡാണ് വരുന്നത്. 4 കളറും. അപ്പൊ ഇതാണ് വരുന്നത് സെന്റർ പാനലായിട്ട് വെർട്ടിക്കൽ ലൈൻസ് ആയിട്ട് ബാക്ക് പോർഷൻ ഫുള്ളി ഇതുപോലെ ലൈൻഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. നെക്കിന്റെ ഏരിയ ഈ പാനൽ ഫുള്ള് ഹൈലൈറ്റ് ആണ്. സെറിയും അതുപോലെ തന്നെ സീക്വൻസും ത്രെഡ്സ് ഒക്കെ വെച്ചിട്ട് മിറേഴ്സ് ഒക്കെ വെച്ചിട്ട് ഫുൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് പോർഷൻ ഞാൻ പറഞ്ഞാൽ ഫുൾ ഒരു വെർട്ടിക്കൽ ലൈൻ ആണ് വരുന്നത്. ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 50യുടെ ലെങ്ത് ഉണ്ടായിരിക്കും. അതുപോലെ ഒരു 7XL 8XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് സ്ലീവ് പോർഷൻ വരുന്നത്. സ്ലീവും ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഫുൾ ലൈൻസ് ആയിട്ട് താഴേക്ക് ഇതുപോലെ ഒരു ബോർഡർ ഫുൾ സ്ലീവ് വരെ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. നല്ലൊരു ഷെയ്ഡാണ് ഡസ്റ്റി ലാവൻഡർ ഷെയ്ഡിലേക്ക്. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടാണ് വിത്ത് ഒരു 1 ഇഞ്ചിൽ വരുന്ന ഒരു ബോർഡറും കൂടെ ഉണ്ടായിരിക്കും. ഇത് ശരിക്കും ആംഗിൾ ലെങ്ത് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത്. നല്ലൊരു എന്താ പറയാ, ഭയങ്കര സ്റ്റിഫ് അല്ല, എന്നാൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു കിടക്കില്ല. നമ്മൾ ആംഗിൾ ലെങ്ത്തും പാരലൊക്കെ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. അടുത്തത് വരുന്നത് ദുപ്പട്ടയാണ്. മസ്ലിൻ സിൽക്കാണ്. നോർമലി നമ്മൾ ഇതിൽ ചെയ്തിരുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഒരു ബോർഡർ ഇല്ലാണ്ടുള്ള ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ദുപ്പട്ടയുടെ 4 സൈഡിലും ഇതുപോലൊരു സെറി ബോർഡർ വരുന്നുണ്ട്. ഒരു വിവിങ് പാറ്റേൺ വരുന്നുണ്ട്. നോർമൽ സെറിയുടേതല്ല, ബനാറസി ടൈപ്പിൽ വരുന്ന ഒരു ബോർഡർ, ഒരു 1/2 ഇഞ്ചിന്റെ ബോർഡർ 4 സൈഡ് വരുന്നുണ്ട്. വിത്ത് ടെസൽസ് ആണ്. ടെസലിൽ ഒരു ബീഡ്സ് വെച്ചിട്ടാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. അതും മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ്. ബോഡി ഓൾ ഓവർ ഈ ഒരു ഫ്ലോറൽ പ്രിന്റിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് സെറിയും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഫുള്ള് സീക്വൻസ് വർക്കും കണ്ടാ സെറിയും വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ് ഡസ്റ്റി പർപ്പിൾ. അതുപോലെ തന്നെ ദുപ്പട്ടയുടെ ഷെയ്ഡ് വരുന്നത് അണിയൻ പിങ്ക് ഷെയ്ഡ് ഉണ്ട്. അതുപോലെ തന്നെ പിങ്കിന്റെ പല പല ഷെയ്ഡുകൾ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് വണ്. സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡസ്റ്റി ഗ്രീൻ, മെഹന്തി ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ്. അപ്പൊ അതില് ഈ ജക്കോട്ട് വീവിങ് അല്ലെങ്കിൽ ആ ഒരു ബനാറസി സ്റ്റൈലിൽ വരുന്നത് ഫുള്ള് കുത്തുന്ന ടൈപ്പ് അല്ല കേട്ടോ. ആ സെറി ഭയങ്കര സോഫ്റ്റ് ആണ്. ഞാൻ എൻ്റെ ഉൾവശം കാണിച്ചു തരാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുത്തുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. അതുപോലെ ഒരു 7XL സൈസ് വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത്രയും കിടക്കുന്ന മെറ്റീരിയൽ. സെന്റർ പാനലാണ്. പാനൽ ഏരിയ ഫുള്ള് ഹൈലൈറ്റ് ആണ്. യോക്ക് ലെവൽ വരെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 20-17 ഇഞ്ച് വരെ നെക്ക് പോർഷനിൽ ഇങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് പോർഷൻ ഫുൾ ഈ ഒരു ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. സ്ലീവിലും അതുപോലെ തന്നെ വിത്ത് ബോർഡർ ആണ് കേട്ടോ. ഈ ഒരു ടൈപ്പിൽ വരുന്ന ബോർഡറും കൂടെ അതെ. അങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് ആയ കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ഷേപ്പ് ആയിട്ട് ഇരിക്കും കേട്ടോ ബോഡി. കാരണം അങ്ങനെ ലൈൻ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി തിന്നായിട്ട് ഫീൽ ചെയ്യും. ഇതാണ് ബോട്ടം വരുന്നത്. ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടം വിത്ത് ഒരു സെറി ബോർഡർ. സെറി ബോർഡർ എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയാ, ആ ഒരു വിവിങ് സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ വരും. ദുപ്പട്ട വരുന്നതൊക്കെ ഗ്രീനിന്റെ ഒരു ഒലിവ് ഗ്രീനിന്റെ പല ഷെയ്ഡുകളും വിത്ത് ഒരു പീച്ച് കളർ, ഒരു പിങ്ക്, അങ്ങനെയൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡുമാണ് ദുപ്പട്ടയിൽ വരുന്ന. അടിപൊളി പീസാണ്. നല്ല കോമ്പിനേഷൻ ആണ് വരുന്നത്. ആ ഒരു ഡസ്റ്റി ഗ്രീൻ ആണ്. ചില വീഡിയോയിൽ ഞാൻ വീണ്ടും എടുത്ത് പറയാനും വീഡിയോയിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഡസ്റ്റി ഷെയ്ഡാണ് 4 കളേഴ്സും കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ടൈപ്പിലേക്ക് ഡസ്റ്റി ഷെയ്ഡ് വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. കാരണം മറ്റത് മൊത്തം ആ ഒരു സെറി ഒക്കെ കൂടെ വരുമ്പോൾ ഭയങ്കര ഹൈലൈറ്റഡ് ആയിരിക്കുമല്ലോ. ഇതൊരു ന്യൂഡ് അങ്ങനത്തെ ഒരു ഇതിരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ദുപ്പട്ട വരെ. ദുപ്പട്ട ഓൾ ഓവർ ഹൈലൈറ്റഡ് ആണ്. ഫ്ലവേഴ്സ് അതുപോലെ ചെറിയൊരു ബോർഡർ 4 സൈഡിലുണ്ട് വിത്ത് ടെസൽസ് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. തേർഡ് ഷെയ്ഡ് വന്നിട്ട് നല്ല ബീട്രൂട്ട് ഷെയ്ഡ്. ഞാൻ സെയിം ഷെയ്ഡാണ്. ബീട്രൂട്ട് കളർ ആണെങ്കിലും ഡസ്റ്റി ഷെയ്ഡിൽ വരുന്ന ബീട്രൂട്ട് കളറാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡൾനെസ് ഉണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു സ്റ്റൈല് ബനാറസി പാറ്റേൺ അല്ലെങ്കിൽ ജക്കോട്ട് വിവിങ് പാറ്റേൺ വരുമ്പോൾ നല്ലൊരു
എന്താടാ നോക്കി എന്ത് രസമല്ലേ കാണാനായിട്ട്. ബാക്ക് പോർഷനും ഈ ഒരു സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. വെർട്ടിക്കൽ ലൈൻസ് ആണ് വരുന്നത്. 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും, 7XL ആയിരിക്കും സൈസ് വരിക. സ്ലീവ് പോർഷൻ നമുക്കൊരു 24 ലെങ്ത് കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത് സ്ലീവ് ചെയ്യാനായിട്ട് പറ്റുന്ന കേട്ടോ. സെന്റർ ഏരിയ ഇതുപോലെ പാനൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, സീക്വൻസും മിറേഴ്സും ഒക്കെ വെച്ചിട്ട്. ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടാണ് വരുന്നത് വിത്ത് ഒരു 1 ഇഞ്ച് ബോർഡറും കൂടെ വരുന്നുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് ദുപ്പട്ടയാണ്. നല്ല മസ്ലിൻ സിൽക്കിൽ വരുന്ന ദുപ്പട്ട വിത്ത് 4 സൈഡ് ഇങ്ങനെ 1/2 ഇഞ്ചിൽ വരുന്ന ബോർഡർ ആണ്. അതുപോലെ ഈ ഫ്ലവേഴ്സ് ഒക്കെ നോക്കി നോക്കിയാൽ നന്നായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സീക്വൻസും അതുപോലെ തന്നെ സെറി ലൈൻസും സെറി ത്രെഡും വെച്ചിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള ദുപ്പട്ടയാണ് കേട്ടോ. അതാണ് വരുന്നത് കേട്ടോ. വരുന്നത് ദുപ്പട്ട അടിപൊളി പീസ്. ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റ് ആണ്. ഒരു ഫംഗ്ഷൻ വെയർ മാത്രമായിട്ടല്ല, ആ ഫംഗ്ഷൻ കഴിഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു മെറ്റാലിക് ബ്ലൂ ആണ്. മെറ്റാലിക് ബ്ലൂ ആണെങ്കിലും ഒരു ഡസ്റ്റി ഷെയ്ഡാണ് വരുന്നത്. ഭയങ്കര ബ്രൈറ്റ് കളർ അല്ല, വീഡിയോയിൽ ഇത് ബ്രൈറ്റ് കളർ ആയിരിക്കും. ഡസ്റ്റി മെറ്റാലിക് ഷെയ്ഡ് വേണം നിങ്ങൾ മൈൻഡിൽ കാണാനായിട്ട് കേട്ടോ. പക്ഷെ അതിലേക്ക് ആ ഒരു എന്താ പറയുക ജക്കോട്ട് ആ ഒരു സ്റ്റൈൽ, ആ ഒരു വിവിങ് സ്റ്റൈലും കൂടെ വരുമ്പോൾ ആകെ മൊത്തം നല്ല അടിപൊളിയാണ്. പിന്നെ വെർട്ടിക്കൽ ലൈൻ പറയണ്ടല്ലോ, നമുക്കൊരു ഡ്രസ്സിന്റെ ഒരു മെറ്റീരിയലിൽ ആ ഒരു വെർട്ടിക്കൽ ലൈൻസ് വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ ഈ പാനൽ ആ ഒരു ഇതുണ്ടല്ലോ ഡിസൈൻ, അതിനെ ഫുള്ള് ഹൈലൈറ്റ് ചെയ്തിട്ട് സീക്വൻസ് അതുപോലെ തന്നെ മിറേഴ്സ് സെറി ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, സിൽക്ക് ത്രെഡ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് പോർഷനും സെയിം ഡിസൈൻ ആണ് വരുന്നത്, അതുപോലെ ബോർഡറും കൂടെ വരുന്നുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടൺ ബോട്ടം വിത്ത് 1 ഇഞ്ച് ബോർഡർ ആണ്. ദുപ്പട്ട വരുന്നത് മൾട്ടി കളേർഡ് ആണ്. ബ്ലൂവിന്റെ തന്നെ ഒരു ഐസ് ബ്ലൂ ഷെയ്ഡ്, എനിക്ക് ഡസ്റ്റി വേണ്ട പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡില് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. ഇതുപോലെ ഇത് ഭംഗിയെന്ന് ശരിക്കും ആ ഒരു കോൺട്രാസ്റ്റ് ആ ഫ്ലവേഴ്സ് ഇട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഫ്ലവേഴ്സ് ഓൾ ഓവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോർഡർ പോർഷനിൽ ഇതുപോലെ ഒരു ലൈൻ പാറ്റേൺ വരുന്നുണ്ട്. വിത്ത് ടെസൽസ് ആണ്. അത്യാവശ്യം നല്ല സൈസുള്ള ദുപ്പട്ടയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തോണ്ട് ഡ്രസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതിലേക്ക് ബൈ.